യേശു വെള്ളം വീഞ്ഞാക്കിയതും കുരുടന് കാഴ്ച കൊടുത്തതും മരിച്ചവരെ ഉയർപ്പിച്ചതും ജനങ്ങളെ അത്ഭുതപ്പെടുത്താനായിരുന്നില്ല. ഓരോ അത്ഭുതവും ഒരു പ്രഖ്യാപനമായിരുന്നു. രാജാവ് വന്നിരിക്കുന്നു. ഒരു ദിവസം യോഹന്നാൻ സ്നാപകൻ ജയിലിലാണ്. അവൻ യേശുവിനോടൊരു ചോദ്യം അയച്ചു. വരുവാനുള്ളവൻ നീ തന്നെയാണോ അതോ മറ്റൊരാളെ ഞങ്ങൾ കാത്തിരിക്കണം? ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. യേശുവിന് മറുപടി ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതെ ഞാൻ തന്നെയാണ്. പക്ഷേ യേശു അങ്ങനെയല്ല പറഞ്ഞത്. യേശു പറഞ്ഞു, നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ചെന്ന് യോഹന്നാനോട് പറയുക. എന്താണ് അവർ കണ്ടത്? കുരുടന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ മറുപടി പറഞ്ഞത്? കാരണം ഇവ വെറും അത്ഭുതങ്ങളുടെ പട്ടികയായിരുന്നില്ല. മശിഹ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞ അടയാളങ്ങളായിരുന്നു അത്. അതിനാൽ യേശു തന്റെ തിരിച്ചറിയൽ താൻ ആരാണെന്ന് തെളിയിച്ചത് വാദങ്ങൾ കൊണ്ടല്ല, ദൈവരാജ്യത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് യേശു പറഞ്ഞത്, ഞാൻ ദൈവത്തിന്റെ ആത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. മത്തായി 12:28. ഇവിടെയാണ് പലരും കാണാതെ പോകുന്ന ഒരു സത്യം. യേശു അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവൻ മശിഹ ആയതല്ല. അവിടുന്ന് മശിഹയായതുകൊണ്ടാണ് ആ അത്ഭുതങ്ങൾ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായത്. ഓരോ രോഗശാന്തിയും, ഓരോ വിടുതലും, ഓരോ ഉയർത്തെഴുന്നേൽപ്പും ദൈവത്തിന്റെ രാജഭരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന പ്രഖ്യാപനമായിരുന്നു. രാജാവെത്തിയാൽ രോഗം അവസാന വാക്ക് പറയില്ല, ഇരുട്ട് ഭരിക്കില്ല, ബന്ധനം ശാശ്വതമാകില്ല, മരണത്തിനു പോലും അന്തിമ വിജയമുണ്ടാകില്ല. കാരണം രാജാവ് വന്നിടത്ത് അവന്റെ രാജഭരണമാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ സുവിശേഷത്തിന്റെ കേന്ദ്രം അത്ഭുതമല്ല, രാജാവാണ്. അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. അവ പറയുന്നത് ഒരേ ഒരു കാര്യമാണ്, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. യേശുവിന്റെ അത്ഭുതങ്ങൾ ജനങ്ങളെ വിസ്മയിപ്പിക്കാനായിരുന്നില്ല, രാജാവെത്തിയെന്ന് ലോകത്തോട് അറിയിക്കാനായിരുന്നു.